അല്ലാഹു തആല വബറകാത്തു. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ് കുറച്ച് സമയമാണെങ്കിലും കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ സവിസ്തരം സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, സാധാരണ നമ്മൾ പറയാറുള്ളത് പോലെ അവരുടെ സംഘടനയുടെ മർക്കസിലുള്ള കേശം പ്രവരാരും ഒരു ചോദ്യവും ചോദിക്കാൻ രംഗത്ത് വരുന്നില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരു സംഭവമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം എന്ത് വരവായിരുന്നു അവർ വന്നിരുന്നത്. നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ നൗഷാദ് യാസിനി അടക്കമുള്ള ആളുകൾ, ജിഷാൻ മാഹിയും നൗഷാദ് യാസിനിയും അടക്കമുള്ള അവരുടെ ആളുകളൊക്കെ നേരിട്ട് വന്ന് കൈ പൊക്കി തന്നെ ചോദ്യം ചോദിക്കാൻ തയ്യാറായിരുന്ന അവസ്ഥാവിശേഷം നമ്മൾ കണ്ടിരുന്നു. അവർ ഉത്തരവാദിത്തപ്പെട്ട വലിയ നേതാക്കന്മാർ പോലും ഇപ്പോ അവരൊക്കെ പിൻവലിയുകയും കുറച്ച് ആളുകളെ കൊലക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷമാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ചോദ്യങ്ങൾ ചോദിച്ച് പരാജയപ്പെട്ട് തിരിച്ചു പോരാൻ നല്ലത് അവരിലെ അനുയായികളായിക്കോട്ടെ, അതല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കാത്തവരായിക്കോട്ടെ എന്നൊരു തീരുമാനത്തിന്റെ ഭാഗമായിരിക്കാം അങ്ങനെ. എന്തായാലും സുന്നത്ത് ജമാഅത്തിന്റെ ശത്രുക്കൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കൾ, അവർ അരങ്ങ് തകർക്കുക തന്നെയാണ്. ഇന്ന് മലപ്പുറം ജില്ലയിൽ വെച്ചുകൊണ്ട് ഖുതുബിയ്യത്തിനെ പരസ്യമായി വിമർശിച്ചുകൊണ്ടും അല്ലാഹു അല്ലാത്ത ആളുകളോട് സഹായം ചോദിക്കൽ തനി ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടുമുള്ള ഒരു പ്രഭാഷണം മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ അവരത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. സത്യത്തിൽ ഇവരൊക്കെ എത്തി നിൽക്കുന്നത് ഒരൊറ്റ കാര്യത്തിന്മേലാണ്. സത്യം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, അതല്ലെങ്കിൽ സത്യം മനസ്സിലായിട്ടും അത് ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. ചില ആളുകൾക്ക് സത്യം അറിയും, പക്ഷെ അതിന് അംഗീകരിക്കാനുള്ളൊരു തൗഫീക്ക് അത് പ്രധാനമാണ്. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചിന്തിക്കണം. സത്യം അറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ പല ആളുകൾക്കും സത്യം അറിഞ്ഞിട്ടും അത് ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് ഇല്ലാത്തത് കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കഴിയാത്ത ചരിത്രങ്ങൾ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ പല ആളുകളും നമ്മൾ തന്നെ കുറെ ആളുകളെ കുറിച്ച് മനസ്സിലാക്കിയതാണ്. സത്യം അറിഞ്ഞിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ, അതൊരു തൗഫീക്കില്ലാത്തൊരവസ്ഥയാണ്. വല്ലാത്ത. ഇന്ന് ആ വാദഗതിയുമായി വന്ന ആളുകളുടെ ഒരു വാദം അല്ലാഹു അല്ലാത്ത ആളുകളോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്നാണ്. അപ്പോ അതിന് ഉദാഹരണമായി അവർ പറയുന്നത് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു ഒക്കെ മരിച്ചുപോയ ആളുകളാണ്. മരിച്ചുപോയ ആളുകളോട് സഹായം ചോദിക്കൽ അത് മറ്റു ഒരു ദൈവത്തോട് സഹായം ചോദിക്കുന്നത് പോലെയാണ്. അത് അതുകൊണ്ട് തന്നെ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. ജീവിച്ചിരിക്കുന്ന ആളുകളോട് സഹായം ചോദിക്കുന്നതിന് വിരോധമില്ല എന്ന ഒരു പടു വിഡ്ഢിത്തമായ ഒരു ആശയവുമായിട്ടാണ് സത്യത്തിൽ അവർ രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പൊ ഇവരൊരു വിശ്വാസം, ഒരാൾ മരിച്ചുപോയ അയാൾ അള്ളയായി എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഒരാൾ മരിച്ചു പോയാൽ അയാൾ ദൈവമായി. അതുകൊണ്ടാണ് മരിച്ചു പോയാൽ പിന്നെ സഹായം ചോദിക്കൽ ദൈവത്തോട് സഹായം ചോദിക്കലാണെന്ന് പറയുന്നത്. എത്രമാത്രം ഒരു 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 ബുദ്ധിഹീനമായ ഒരു വിശ്വാസമാണ്. ഒരാൾ മരിച്ചാൽ അയാൾ ഉടൻ ദൈവമായി. അപ്പൊ ഇവരിൽ മരിച്ചുപോയ ആൾക്കാരൊക്കെ ദൈവങ്ങളാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു വിശ്വാസം സത്യത്തിൽ ലോകത്താർക്കും ഇല്ല. ഒരാൾ നമ്മളേക്കൊന്ന് മരിച്ചുപോയാൽ അയാളോട് സഹായം ചോദിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അത് ദൈവത്തിൽ പങ്കു ചേർക്കാണ്. കാരണം മരിച്ചുപോയ അയാൾ ദൈവമായി എന്നൊരു പടുവിഡ്ഢികളുടെ വിശ്വാസവുമായിട്ടാണ് സത്യത്തിൽ അവർ രംഗത്ത് വന്നിട്ടുള്ളത്. അങ്ങനെ അവർക്ക് ഈ സത്യം കാര്യത്തിൽ ഇതൊന്നും ഊഹിച്ചാൽ കാര്യം മനസ്സിലാക്കാൻ കഴിയാവുന്ന വളരെ നിസ്സാരമായ കാര്യങ്ങളുള്ളൂ. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകളോട് സഹായം ചോദിക്കുന്നതിൽ തെറ്റില്ല, മരിച്ച ആളുകളോട് സഹായം ചോദിക്കൽ തെറ്റാണെന്ന് പറയുമ്പോൾ മരിച്ച ആളുകളൊക്കെ
ദൈവമായതുകൊണ്ടാണ് അവരോട് സഹായം ചോദിക്കാൻ പറ്റുകയില്ല എന്ന വാദം ഇവർക്കുള്ളത് എന്നാണല്ലോ എന്ന് മനസ്സിലാണത്. അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഇവിടെ ശ്രീ ശങ്കരോ അല്ലെങ്കിൽ അമ്മയൊക്കെ സഹായം ചോദിക്കുന്നതിന് ഒരു തെറ്റും അവർ കാണുന്നില്ലേ? അപ്പൊ ആള് മരിച്ചതോ ജീവിച്ചിരിക്കുന്നതോ എന്നതല്ല പ്രധാന പ്രശ്നം. ഈ ചോദിക്കുന്നവന്റെ വിശ്വാസമാണ് പ്രധാനം. അവര് ദൈവമാണ് എന്ന വിശ്വാസത്തിൽ ചോദിച്ചാൽ അത് മരിച്ചതാണെങ്കിലും ശരി ജീവിച്ചിരിക്കുന്നതാണെങ്കിലും ശരി, ആള് ദൈവമാണ് എന്ന വിശ്വാസത്തോടു കൂടിയുള്ള ചോദ്യമാണ് സത്യത്തിൽ അവിടെ പ്രശ്നമുണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ അത് പറയാനല്ല ഏതായാലും ഉദ്ദേശിച്ചത്. അവരുടെയൊക്കെ ഒരു പ്രശ്നം എന്താണ്? കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ മനസ്സിലായിട്ടും അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് കൊണ്ടോ ആണ് അവർക്കൊക്കെ അനുഭവിക്കപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ. കുറെ സദാചാരമായ കാര്യങ്ങളെ ഒക്കെ അനാചാരമാണെന്ന് പറഞ്ഞ് അതിനെതിർക്കുക, അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. മരണപ്പെട്ട വീടുകളിൽ പോയി യാസീൻ ഓതുക, മരിച്ച ആളെ കൂടെ പോകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ ചെല്ലല് അനാചാരവും ആ സമയത്ത് തന്നെ മറ്റുള്ള ദുനിയവിയായ കാര്യങ്ങൾ പറയൽ സദാചാരവുമായി കാണുന്ന ആളുകൾക്ക് വിവരം ഉണ്ടോ എന്ന് സംശയിക്കുന്നത് പോലും വിവരമില്ലാത്ത ആളുകളുടെ ലക്ഷണമാണ്. അവർക്ക് വിവരമുണ്ടോ, അവർ പറയുന്നതിലും കാര്യമുണ്ടോ എന്നൊരു സംശയം പോലും സത്യത്തിൽ വിവരമുള്ള ഒരാളുടെ തലയിൽ ഉദിക്കൂലാം. മരിച്ചു പോകുന്ന സമയത്തല്ല, ഏത് സമയത്തും ഒരു മുഅ്മിനിന്റെ നാവ് അത് സിക്റുകൾ കൊണ്ട് പച്ചയാവണം. എല്ലാ സമയത്തും നമ്മൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കണം. മരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് പ്രത്യേകമായി അള്ളാഹുവിനെയും മരണത്തെക്കുറിച്ചൊക്കെ പ്രത്യേകമായി ഓർമ്മയും, ആ സമയത്ത് ഏറ്റവും അഫ്ളൽ ദിക്റായ ഏറ്റവും പ്രധാനമായ ദിക്ർ ഉച്ചരിക്കുന്നത് അനാചാരമായി കാണുകയും ആ സമയത്ത് തന്നെ മറ്റുള്ള കഥകളും കളികളും തമാശകളുമായി മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ മറ്റുള്ള ഈ ആളുകളെ കുറിച്ച് സത്യത്തിൽ നമുക്ക് പരിതപിക്കാൻ നമുക്ക് അതിൽ വിഷമേ ഉള്ളൂ ഓരോ കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ ഇവർക്കൊന്നും കാര്യങ്ങൾ സത്യത്തിൽ തിരിയാഞ്ഞിട്ടല്ല, പക്ഷെ തിരിഞ്ഞിട്ടും സത്യം എങ്ങനെ നമ്മൾ ഇതുവരെ എതിർത്തത്, ഇത്ര കാലം എതിർത്തത് എങ്ങനെ നമ്മൾ അംഗീകരിക്കും? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വന്നത് ജനങ്ങളെ മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ച കാര്യം നമ്മൾ സത്യം മനസ്സിലായ ശേഷം നമ്മൾ എങ്ങനെ തിരിഞ്ഞു ചിന്തിക്കും? സത്യത്തിൽ ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം മനസ്സിലായി, സംഭവങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ട് പോലും പിന്നെയും നമ്മൾ വാദിച്ചു പോന്നതാണല്ലോ, നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ മൗലവിമാർ വാദിച്ചതായിരുന്നല്ലോ, നമ്മൾ പിന്നെ അതിൽ നിന്ന് എന്തിന് പിന്മാറുന്നു എന്ന് ചിന്തിക്കുന്നത് വളരെ അപകടകരമായ ഒരവസ്ഥയാണ് സൃഷ്ടിക്കപ്പെടുക. അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായ ശേഷം പിന്നെയും അതിന്റെ പിന്നാലെ കടിച്ചു തൂങ്ങി അവര് പോകുന്ന സ്ഥലത്തേക്ക് തന്നെ പോകാൻ ഞങ്ങളും തയ്യാറാണ് എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കും. അത് സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്ര പറഞ്ഞത്. ആ വിഷയമല്ല, ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മറ്റൊരവസരത്തിൽ നമുക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാരെ കൊണ്ട് വളരെ വിശദമായി തന്നെ അവതരിപ്പിക്കണം എന്നും കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും നമ്മുടെ ചർച്ചയിലേക്ക് ഇന്ന് ആളുകൾ വളരെ നേരത്തെ തന്നെ കൈപൊക്കി നിൽക്കുന്നത് കൊണ്ട് കൂടുതൽ ചർച്ചയായി നമുക്ക് മുന്നോട്ട് പോയി കാര്യങ്ങൾ നിർത്താം. കൂടുതൽ വിഷയ സംബന്ധമായി പറയുന്നില്ല. ഞങ്ങൾ പറയുന്നത് മർക്കസിലുള്ള മുടി വ്യാജമാണ്, അത് വ്യാജമല്ല, ഇന്നാലിന്ന കാരണങ്ങൾ കൊണ്ട് അത് ശരിയാണ്, അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേശം തന്നെയാണ് എന്ന് വാദിക്കുന്നവരായിരിക്കാം കൈപ്പൊക്കിയിട്ടുള്ളവർ. അങ്ങനെ ഒരു വാദമുള്ളവർ എന്തുകൊണ്ട് അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകേശമാണ് മർക്കസിലുള്ളത് എന്ന് പറയാൻ ബാധ്യസ്ഥരാണ്. അപ്പോ അവരുടെ ചോദ്യം അവർ കൈപ്പൊക്കിയിട്ടുള്ളത് അങ്ങനെ ഒരു ചോദ്യവുമായിട്ടാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു വാദവുമായിട്ടാണ് അവർ കൈപ്പൊക്കിയിട്ടുള്ളത് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അവരിലേക്ക് കൈമാറി പെട്ടെന്ന് തന്നെ ചർച്ച തുടങ്ങി പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതുണ്ട്. കാരണം ദിനങ്ങളോളമായി നമ്മൾ രാത്രി വളരെ വൈകിയിട്ടാണ് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാറ്. ഇൻഷാ അല്ലാഹ് ഇന്ന് വളരെ വൈകാതെ തന്നെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി പരിപാടി അവസാനിപ്പിക്കാം. ഏതായാലും എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് ഞാനല്ലെങ്കിൽ മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ എന്ന നിലക്ക് നമ്മുടെ പരിപാടി ഈ ക്ലാസ് റൂമിൽ സജീവമായി നിലനിൽക്കുക തന്നെ ചെയ്യും. ആര് അതിന് എന്ത് മധ്യസ്ഥന്മാരോ കൂടെ കൂട്ടി വന്നാലും അതിനുവേണ്ടി എന്ത് കുൽസിത ശ്രമങ്ങൾ നടത്തിയാലും ഞങ്ങളെ ഓരോരുത്തരെ നിങ്ങൾ കൊല ചെയ്യപ്പെട്ടാലും ഞങ്ങളുടെ കൈകളും കാലുകളും നിങ്ങൾ വെട്ടിമുറിച്ചാലും ഞങ്ങളുടെ നാവുകൾ നിങ്ങൾ പീതെറിഞ്ഞാലും ജീവന്റെ ഒരു അംശം ബാക്കിയുണ്ടെങ്കിൽ ആ അംശം വെച്ചുകൊണ്ട് നിങ്ങൾക്കെതിരെ പടപൊരുതുക തന്നെ ചെയ്യും. കാരണം ഇത് പ്രവാചകൻ നിങ്ങൾക്കെതിരെയുള്ള സമരമാണ്. ഇതിൽ നിന്ന് പിന്തിരിഞ്ഞോളുന്നൊരു പ്രശ്നമേ ഇല്ല.
ഞങ്ങളിൽ ആർക്കെങ്കിലും ജീവന്റെ ഒരു അംശം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളോട് അടരാടുക തന്നെ ചെയ്യും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബും കൂറും അത് ഞങ്ങൾ വെളിവാക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി മരിക്കാൻ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മരിക്കാൻ ജനിച്ചവരാണ് ഞങ്ങൾ. അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തർത്ഥമുള്ളത്? ഏതായാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരിച്ചു പോകും. അത് ചിലപ്പോൾ വണ്ടി മുട്ടിയിട്ടാവാം, അതല്ലെങ്കിൽ മറ്റുള്ള അപകടങ്ങളിൽപ്പെട്ടിട്ടാവാം, അതല്ലെങ്കിൽ പനി വന്നിട്ടാവാം, അതല്ലെങ്കിൽ മറ്റുള്ള ക്യാൻസറോ അതല്ലെങ്കിൽ മറ്റുള്ള മാരകമായ രോഗങ്ങളോ വന്നിട്ടാവാം. അതിനേക്കാൾ എത്രയോ നമുക്ക് ഉത്തമം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി വാദിച്ച് പ്രവാചി നിന്ദകർക്കെതിരെ പടപൊരുതിക്കൊണ്ട് ആ യുദ്ധത്തിൽ ഷഹീദാകുന്നതാണ് എന്ന് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് സിഹറുമായി വന്നാലും, എന്ത് കുതന്ത്രങ്ങളുമായി വന്നാലും, എന്ത് വ്യക്തിഹത്യകളുമായി വന്നാലും ഈ വിഷയത്തിൽ നിന്ന് പിറകോട്ട് പോകുന്ന പ്രശ്നമില്ല. അത് എന്ത് ചർച്ചകൾ എവിടെ വെച്ച് നടത്തിയാലും, എന്ത് രാഷ്ട്രീയമായ ഐക്യമുണ്ടാക്കാൻ ശ്രമിച്ചാലും, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നിൽ നിങ്ങൾ അണിനിരന്നാലും, നിങ്ങൾ അണിനിരന്നിട്ടില്ലെങ്കിലും അതൊന്നും ഈ വിഷയത്തിൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമല്ല. കാരണം ഇത് ഞങ്ങളുടെ കരളിന്റെ കരളായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിച്ചവർക്കെതിരെയുള്ള യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഇതിന്റെ അവസാന വിജയം കാണുന്നത് വരെ ഞങ്ങൾ ശക്തമായി തന്നെ നിലനിൽക്കും എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും വേണ്ട. അത് ആ പരിപാടിയുമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇൻഷാ അല്ലാഹ് കഴിയുന്ന സാധ്യമാകുന്ന എല്ലാ ദിവസങ്ങളിലും ഈ പരിപാടി ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ചോദ്യം ചോദിക്കാനുള്ള സുഹൃത്തുക്കൾക്ക് അവസരം നൽകിക്കൊണ്ട്, നിങ്ങളുടെ വാദം മർക്കസിലെ മുടി ഒറിജിനലാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവ് എന്താണ്? എന്തുകൊണ്ട് നിങ്ങൾ അത് ഒറിജിനലാണെന്ന് പറയുന്നു? ഇതായിരിക്കണം നിങ്ങൾ അവതരിപ്പിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അത് ഒറിജിനൽ അല്ല, അത് വ്യാജമാണ് എന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് ഞങ്ങളും അവതരിപ്പിക്കും. അബൂ സിനാൻ 4444 അവിടെ ഇല്ലേ? അബൂ സിനാൻ അവിടെ ഉണ്ട്. ഒരു ടെക്സ്റ്റ് അടിച്ചേ. ഇല്ലാന്ന് തോന്നുന്നു. ഷാഫി ഒളവട്ടൂർ, സ്വാഗതം. നിങ്ങൾക്ക് മൈക്കെടുക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ നാളെ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് മറുപടി ഇട്ടിട്ടില്ല. പിന്നെ ഇന്ന് ഞാൻ ചോദിക്കണേ, ലോകത്ത് SKSSF സനത് കണ്ട് വിശ്വാസയോഗ്യമായ ഒരു ഷഹർ മുബാറക്ക് ഇന്നേ വരെ പറയാൻ SKSF കഴിഞ്ഞു? ഇപ്പൊ പറഞ്ഞുതരാ. ഷാഫി ഒളവട്ടൂർ ഒന്നും കൂടി ഒന്ന് മൈക്കിലേക്ക് വന്നിട്ട് SKSF ഫുൾ ഫോം ഒന്ന് പറഞ്ഞേ. മൈക്ക് വിട്ടു. SKSF ഫുൾ ഫോം എന്താന്ന് എനിക്കറിയില്ല. ഓക്കെ, സുന്നിസം കൈകാര്യം ചെയ്തോളൂ. സുന്നിസം നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളൂ. എന്താണ് ചോദ്യം? SKSF ഫുൾ ഫോം എന്താണെന്ന് എനിക്കറിയില്ലാന്നോ? ഞാൻ ചോദ്യം കേട്ടില്ല. ഞാനൊന്ന് DC ആയിരുന്നു. അതിന്റെ ചോദ്യം ഒന്നും കൂടി ആവർത്തിക്കും ആരെങ്കിലും? RCKP ഒന്ന് ചോദ്യം ഒന്ന് ആവർത്തിക്കും. അല്ല, ഇദ്ദേഹം ഇവിടെ സ്ഥിരമായിട്ട് വന്ന് മൈക്കെടുത്ത് ആയെന്ന് തന്നെ പറയില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പൊ അടച്ചോനെ, ഇവിടുന്ന് ഇതുവരെ ഒരാൾക്കും വയറ് നിറച്ച് കൊടുക്കാതെ നമ്മൾ വിട്ടിട്ടില്ലല്ലോ. പിന്നെ ഇന്ന് വന്നിട്ട് ഞാൻ പുതിയൊരു ചോദ്യം ചോദിക്കാന്നാ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ചോദിച്ചത് SKSSFനെ കണ്ട് ബോധ്യപ്പെട്ട സനതുള്ള ഷഹർ മുബാറക്ക് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചത് SKSFന്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത്. അത് സമസ്ത കേരള എന്നുള്ള ഒരു അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ചോദിച്ചാന്ന്. അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ അതും അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറഞ്ഞു. ഏതായാലും സുന്നിസം തന്നെ മറുപടി പറഞ്ഞോളൂ. ഞാൻ മൈക്ക്. കോയക്ക ചാടല്ല, കോയ 982 എന്നുള്ള എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചാടരുത്. ഒരു ചോദ്യം ഒരാൾ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന് സുന്നിസം മറുപടി പറഞ്ഞിട്ട് ലൈനായിട്ട് മൈക്കിലേക്ക് വരിക. വലൈക്കും സലാം. ഏതായാലും പിന്നെ ഒളവട്ടൂർ ഷാഫി ചോദിച്ചത് SKSSFകാര് സനത് കണ്ട് ബോധ്യപ്പെട്ട മുടി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തന മണ്ഡലമായ കേരള സംസ്ഥാനത്തിലേക്ക് ആദ്യമായി കൊണ്ടുവന്ന മുടിയുടെ എല്ലാ രേഖകളും പരിശോധിച്ചുകൊണ്ട് ആ മുടി വ്യാജമാണ് എന്ന വിധി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് ആദ്യമായി കൊണ്ടുവന്ന മുടിയുടെ തന്നെ അതിന്റെ രേഖകൾ മുഴുവൻ നമ്മൾ പരിശോധിച്ചു. അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഫസ്റ്റിൽ കൊണ്ടുവന്ന മുടി, ആ വ്യാജമുടിയെയും ആ കള്ളനെയും കയ്യോടുകൂടി നമ്മൾ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയമായി നമുക്ക് പറയാനുള്ളത്.
ലോകത്തിലെ എല്ലാ മുടികളെക്കുറിച്ചും അതിന്റെ സനത് പരിശോധിക്കുക, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യമായ കാര്യമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ സംഘടനകളും അതിന്റെ ബഹുജന സംഘടനകളും കേരള